എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025-26 കറണ്ട് അഫയേഴ്സ് മോക്ക് ടെസ്റ്റാണ്. മാക്സിമം എല്ലാവരും അറ്റൻഡ് ചെയ്യുക. എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം. ആൻസർ ഓപ്ഷൻ ഡി, വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ. വന്ദേ മാതരത്തിൻ്റെ 150 വർഷങ്ങൾ എന്നതായിരുന്നു 77ാമത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം. 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? 2026 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ, VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായും KT തോമസിന് പൊതുകാര്യം, P നാരായണന് സാഹിത്യം, വിദ്യാഭ്യാസം എന്നീ നിലകളിലാണ് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി, ഗ്രാസ മാഷൽ. ഗ്രാസ മാഷലിനാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരം ലഭിച്ചത്. 2025 UN ചാമ്പ്യൻസ് ഓഫ് എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സുപ്രിയ സാഹു. സുപ്രിയ സാഹുവിനാണ് 2025 UN ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരം ലഭിച്ചത്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ എ, സാറ ജോസഫ്. സാറ ജോസഫിനാണ് 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ സി, MR രാഘവ വാര്യർ. MR രാഘവ വാര്യർക്കാണ് 2025 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2025 ആഘോഷിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, 150. ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചതിൻ്റെ 150ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത്? സുപ്രീം കോടതിയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത്? ആൻസർ ഓപ്ഷൻ ഡി, 53. സുപ്രീം കോടതിയുടെ 53ാമത് ചീഫ് ജസ്റ്റിസാണ് സൂര്യകാന്ത്. 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? 52ാമത് ചീഫ് ജസ്റ്റിസാണ് BR ഗവായ്. BR ഗവായ് ആണ് 52ാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന ബാക്ടീരിയയെ പ്രഖ്യാപിച്ച സംസ്ഥാനം. സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളിലും ഡിജിറ്റൽ ആകുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റൽ ആകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി,
ഈ സമൃദ്ധയാണ് സംസ്ഥാനത്തെ മുഴുവൻ മൃഗാശുപത്രികളും ഡിജിറ്റലാവുന്ന പദ്ധതി. 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ഡി, ടെസ്സി തോമസ്. ടെസ്സി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, എം.ബി. രാജേഷ്. എം.ബി. രാജേഷാണ് കേരളത്തിലെ നിലവിലെ എക്സൈസ് വകുപ്പ് മന്ത്രി. രാജ്യത്ത് ആദ്യമായി 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? രാജ്യത്ത് ആദ്യമായി 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, കോട്ടയ്ക്കൽ. രാജ്യത്ത് ആദ്യമായി 100% അർബുദ സാക്ഷരത നേടുന്ന ആദ്യ നഗരസഭയാണ് കോട്ടയ്ക്കൽ. ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലാണ് ഇക്കോ ടൂറിസം പോയിന്റായി പ്രഖ്യാപിക്കാൻ പോകുന്ന കിദൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് ഏത് ജില്ലയിലാണ്? രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ, തിരുവനന്തപുരം ജനറൽ ആശുപത്രി. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലാണ് രാജ്യത്ത് ആദ്യമായി സർക്കാർ മേഖലയിൽ ജില്ലാതല ആശുപത്രിയിൽ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ വിജയകരമായി നടത്തിയത്. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ആർദ്രം. ആർദ്രം പദ്ധതിയാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതി. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണ്? ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേര് എന്താണ്? ആൻസർ ഓപ്ഷൻ സി, ലോക് ഭവൻ. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവന്റെ പുതിയ പേരാണ് ലോക് ഭവൻ. 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി, എറണാകുളം. എറണാകുളത്താണ് 38ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ വേദി. ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ എ, 2025 നവംബർ 1. 2025 നവംബർ 1 ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചതിന്റെ എത്രാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്? ആൻസർ ഓപ്ഷൻ ബി, 100. ഇന്ത്യൻ ഹോക്കി ഫെഡറേഷൻ ആരംഭിച്ചതിന്റെ 100ാമത് വാർഷികമാണ് 2025 ആഘോഷിച്ചത്. ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം ഏതാണ്? ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, തേജസ്. തേജസ് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയിലെ അഭ്യാസ പ്രകടനത്തിനിടെ തകർന്നു വീണ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനം. 2026 അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? 2026 അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, അഫ്ഗാനിസ്ഥാൻ.
2026 അടിമത്തം നിയമവിധേയമാക്കിയ രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്നും ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം ഏതാണ്? ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്നും ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ബംഗ്ലാദേശ്. ബംഗ്ലാദേശിനെയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി നടക്കുന്ന T20 ക്രിക്കറ്റ് ലോകകപ്പിൽ നിന്നും ഔദ്യോഗികമായി പുറത്താക്കിയ രാജ്യം. ബംഗ്ലാദേശിന് പകരമായി T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? ബംഗ്ലാദേശിന് പകരമായി T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്കോട്ട്ലാൻഡ്. സ്കോട്ട്ലാൻഡിനെയാണ് ബംഗ്ലാദേശിന് പകരമായി T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഉൾപ്പെടുത്തിയ രാജ്യം. ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ സി, ബാനു മുഷ്താഖ്. ബാനു മുഷ്താഖാണ് ഹാർട്ട് ലാമ്പ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, PT ഉഷ. PT ഉഷയാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ നിലവിലെ പ്രസിഡന്റ്. ഇന്ത്യയുടെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, മധ്യപ്രദേശ്. മധ്യപ്രദേശിലാണ് ഇന്ത്യയുടെ 58ാമത് കടുവാ സംരക്ഷണ കേന്ദ്രമായ മാധവ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഇരവികുളം നാഷണൽ പാർക്ക്. ഇരവികുളം നാഷണൽ പാർക്കാണ് ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പഞ്ചവടി എക്സ്പ്രസ്. പഞ്ചവടി എക്സ്പ്രസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ATM സ്ഥാപിച്ച ട്രെയിൻ.